പ്രിയമുള്ളവരെ, പുതിയൊരു പെന്തക്കോസ്താ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. പെന്തക്കോസ്താ ദിവസം ശിഷ്യന്മാർ ഏകമനസ്സോടെ പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം പ്രാർത്ഥനാനിരതരായിരുന്നു. ആത്മാവിനെ ലഭിച്ച പരിശുദ്ധ കന്യാമറിയവും ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ആത്മാവിന് നൽകിയ ശിഷ്യന്മാരും മറ്റ് 120ഓളം പേരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഈ പെന്തക്കോസ്ത അനുഭവത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവം ഭൂമുഖത്ത് ജലത്തിന് മീതെ തുടിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ആത്മാവ് ജലത്തിന് മീതെ തുടിച്ചുകൊണ്ടിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ നാസാദ്വാരങ്ങളിലേക്ക് ദൈവം നിശ്വസിച്ചു എന്ന് പറയും. ഉത്ഥാനത്തിന് ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ കൂടുതലായി സ്വീകരിക്കുവാൻ, ശക്തിപ്പെടുവാൻ, ഭീരുത്വത്തിൻ്റെ അല്ല ധൈര്യത്തിൻ്റെ ആത്മാവിനെ വീണ്ടും പ്രദാനം ചെയ്തുകൊണ്ട് അവർ ശക്തി പ്രാപിക്കുന്ന ഒരു ദിനമാണ് പെന്തക്കോസ്താ ദിനം. 50-ാം ദിനം, ഉത്ഥാനത്തിന് ശേഷം 50-ാം ദിനത്തിൽ പുതിയൊരു പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് ശിഷ്യന്മാർ കടന്നു വന്നു. ഈ അനുഭവത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. 1-ാമത്തെ വായനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു അനുഭവമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെട്ടു. 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ജഡികരായി മാറാനല്ല, ആത്മീയരായി മാറുവാനായിട്ടുള്ള ഒരു വിളി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനെതിരാണ്. ആത്മാവിന് നിഹനിക്കാൻ, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ, ജഡത്തെ നിഹനിക്കുവാൻ നിനക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കും. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം എന്നിവയാണ്. ഇത്തരം പ്രവൃത്തികൾക്ക് ദൈവരാജ്യം അവകാശപ്പെടുവാൻ സാധ്യമല്ലെന്ന് നമ്മെ ഓർപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്നവർക്ക് ജഡത്തെ നിഹനിക്കുവാൻ കഴിയണമെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൻ്റെ ജഡികമായ ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനെ സ്വീകരിക്കാൻ ഓരോരുത്തരും ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ സാധ്യമാകൂ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് ശിഷ്യന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഞാനൊരു സഹായകനെ നിങ്ങളുടെ മേലയക്കും. ആ സഹായകൻ വരുമ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യം നൽകും. ആരംഭം മുതലേ കൂടെയുള്ളവനായിരുന്നു ഈ പരിശുദ്ധാത്മാവെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ ചിന്തകൾ, വ്യാപാരങ്ങൾ ഒക്കെ ലോകത്തിൻ്റേതായി മാറുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് ഈ പെന്തക്കോസ്താ ദിനത്തിൽ ആത്മാവിൻ്റെ നിറവിനു വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് രക്ഷ എനിക്ക് ലഭിക്കില്ല എന്ന ഒരു നിരാശ ഉണ്ടാകുമ്പോൾ, ഞാൻ പരിശ്രമിച്ചില്ലെങ്കിലും എനിക്ക് രക്ഷ ലഭിക്കുമെന്നുള്ള അമിതമായൊരു ആത്മവിശ്വാസം, നന്മ ചെയ്യാതെ തന്നെ രക്ഷിക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത, നന്മയെ നിഷേധിക്കുക, നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കരുതുക,
ദൈവിക കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, അവസാന നിമിഷം പോലും നിനക്ക് അനുദപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, രക്ഷകനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. ഈ ബോധ്യങ്ങളൊക്കെ നമുക്കുണ്ടാകണം. ആത്മാവ് എല്ലാവരുടെയും മേൽ വരും. ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ, ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും, നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് അനുദിനവും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ എനിക്ക് ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവെ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവെ നീ എന്നെ നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവെ നിൻ്റെ വരദാനങ്ങൾ എൻ്റെ മേൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവെ നീ എന്നെ നയിക്കണമേ, പരിശുദ്ധാത്മാവെ എൻ്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും നീ വിശുദ്ധീകരിക്കണമേ. ജ്ഞാനം, ബുദ്ധി, വിവേകം, ആത്മസംയനം, അറിവ്, ഭക്തി, ദൈവഭയം എന്നീ ദാനങ്ങളാലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മനിയന്ത്രണം, ബ്രഹ്മചര്യം, ചാരിത്ര്യം എന്നീ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമുക്ക് വരങ്ങൾ ലഭിക്കുക. ഈ വരങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ആത്മാവിൻ്റെ വരങ്ങൾ ലഭിച്ചുകൊണ്ട് ആ വരങ്ങളെ ജ്വലിപ്പിച്ച് സമൂഹത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കണം. പരിശുദ്ധ കന്യാമറിയം ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ തൻ്റെ ശുശ്രൂഷക്കായ ഇളയമ്മയുടെ അരികിലേക്ക് പോയി അവളെ ശുശ്രൂഷ ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മുടെ ശുശ്രൂഷ മന്ദീഭാവമുണ്ടെങ്കിൽ ആത്മാവിൻ്റെ നിറവിൽ ജ്വലിച്ചുകൊണ്ട് ഈ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ പെന്തക്കോസ്ത് ദിനം അതിനുള്ള ഒരവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെന്തക്കോസ്തായുടെ അനുഭവങ്ങൾ നേരുന്നു. ഈശോ നമ്മെ ഇവരെയും അനുഗ്രഹിച്ച് തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകട്ടെ.